നിങ്ങളുടെ ഫോളോയിങ് ലിസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ചിലരവിടെ വെറും ഡിജിറ്റൽ നിഴലുകൾ മാത്രമായിരിക്കും. സെൽഫികളില്ല, യാത്രകളുടെ ചിത്രങ്ങളില്ല, വർഷങ്ങളായി പ്രൊഫൈൽ പോലും മാറ്റിയിട്ടുണ്ടാകില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ അദൃശ്യരായി കഴിയുന്നത് പലർക്കും അത്ഭുതമായി തോന്നാം. എന്നാൽ അവരുടെ ഈ മൗനം നാണക്കേടോ വിരസതയോ കൊണ്ടല്ല. നമ്മളിൽ പലരും നേടിയെടുക്കാൻ പ്രയാസപ്പെടുന്ന വലിയൊരു മാനസിക കരുത്തിന്റെ അടയാളമാണത്. ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്തവരുടെ രസകരമായ മനഃശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1. ആന്തരിക അംഗീകാരത്തിന്റെ കരുത്ത്. പലർക്കും മറ്റുള്ളവരുടെ ലൈക്കുകൾ ലഭിക്കുന്നത് തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന വഴിയാണ്. എന്നാൽ ഫോട്ടോകൾ പങ്കുവയ്ക്കാത്തവർ വിശ്വസിക്കുന്നത് സ്വയം നൽകുന്ന അംഗീകാരത്തിലാണ്. ഒരു ചിത്രം 100 പേർ ലൈക്ക് ചെയ്താലേ തന്റെ ദിവസം മികച്ചതാകൂ എന്നവർ കരുതുന്നില്ല. തങ്ങളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഇക്കൂട്ടർ സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ അവ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്, അതെനിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ആത്മവിശ്വാസമാണത്. 2. വ്യക്തമായ സ്വയംബോധം. ഇത്തരം ആളുകൾക്ക് തങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് സംശയമില്ലാത്തവർക്ക് അത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. വെറും ഡിജിറ്റൽ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകാതെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാനാണ് ഇവർക്ക് താൽപ്പര്യം. 3. വൈകാരികമായ സ്ഥിരത. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമായി നമ്മൾ കാണാറുള്ളത്. എന്നാൽ യഥാർത്ഥ ആത്മവിശ്വാസം പലപ്പോഴും നിശബ്ദമായിരിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതം ലോകത്തെ വിളിച്ചറിയിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം തേടാനുള്ള പ്രവണത കുറവായിരിക്കും. ഇവർ ഓൺലൈൻ റേറ്റിംഗുകളേക്കാൾ ഉപരിയായി യഥാർത്ഥ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നു. 4. ആഴത്തിൽ ചിന്തിക്കുന്ന നിരീക്ഷകർ. ചില ആളുകൾക്ക് തങ്ങളെ തന്നെ വിലയിരുത്താൻ സ്വന്തമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ അളവുകോലുകൾ വെച്ച് അവർ സ്വന്തം മൂല്യം അളക്കാറില്ല. ഇത്തരക്കാർ ആഴത്തിൽ ചിന്തിക്കുന്നവരും ഉപരിതല പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കാൾ ആധികാരിക സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. വെറുമൊരു ക്യാപ്ഷൻ എഴുതാൻ സമയം കളയുന്നതിനേക്കാൾ പ്രിയപ്പെട്ടവരോട് നേരിട്ട് സംസാരിക്കാനായിരിക്കും ഇവർക്ക് താൽപ്പര്യം. 5. താരതമ്യങ്ങളുടെ വലയിൽ നിന്നും മോചനം. സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന മിഥ്യാധാരണകളെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്ന രീതിയെ ഇവർ ഒഴിവാക്കുന്നു. ഇത്തരം മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിലൂടെ മികച്ച മാനസികാരോഗ്യം നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നു. പ്രകടനത്തേക്കാൾ മാനസിക സമാധാനത്തിനാണ് ഇവർ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് ഇനി 0 പോസ്റ്റുകളുള്ള ഒരു പ്രൊഫൈൽ കണ്ടാൽ അവർക്കൊന്നും പങ്കുവയ്ക്കാനില്ല എന്ന് കരുതി സഹതപിക്കേണ്ടതില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഏറ്റവും മനോധൈര്യമുള്ള വ്യക്തി അവരായിരിക്കും. പ്രദർശിപ്പിക്കാതെ തന്നെ സ്വന്തം ജീവിതം ആസ്വദിക്കാൻ അവർക്കറിയാം. നിങ്ങൾ കാര്യങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ളവരാണോ അതോ ഓഫ്ലൈൻ ആയിരിക്കാനാണോ താൽപ്പര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മനഃശാസ്ത്രപരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.